ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. സുസുക്കി അങ്ങനെ നമ്മുടെ ഡിസയറിനെ ഇപ്പോൾ ഗ്ലോബൽ മാർക്കറ്റ്സിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഭാഗമായി ആദ്യം ഇത് ഫിലിപ്പീൻസിൽ ഇറക്കിയിരിക്കുകയാണ്. നമുക്കറിയാം ഇതിനു മുന്നേ തേർഡ് ജനറേഷൻ ഡിസയർ അവർ പല സ്ഥലങ്ങളിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നു, മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ. പക്ഷേ ഈ 4th ജെൻ വന്നിട്ട് അധികം കാലമാവാത്തതുകൊണ്ട് തന്നെ ഇതങ്ങനെ ഒരു പോപ്പുലാരിറ്റി ഗെയിൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ, മാത്രമല്ല പുറത്തേക്ക് പോയി തുടങ്ങുന്നേ ഉള്ളൂ. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഈ വാഹനം ഇപ്പോൾ ആദ്യമായിട്ട് ഫിലിപ്പീൻസിൽ ഇറക്കിയിട്ടുണ്ട്. ആൻഡ് ഫിലിപ്പീൻസിൽ ഇറക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ മോഡലിൻ്റെ കുറച്ച് വ്യത്യസ്തമായിട്ട് ഹൈബ്രിഡ് മോഡലായിട്ടാണ് അവർ ഫിലിപ്പീൻസിൽ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് പേര് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇവിടെ അവർ ആദ്യം ഹൈബ്രിഡ് ഇറക്കാതെ അവിടെ അവർ ഹൈബ്രിഡ് ഇറക്കിയത് എന്നുള്ള കാര്യം. ഇതിലിപ്പോൾ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഹൈബ്രിഡ് എന്നവർ പറയുന്നത് ഒരു പ്രോപ്പർ ഹൈബ്രിഡ് സിസ്റ്റം ഉള്ള വാഹനമൊന്നുമല്ല. അതായത് നമുക്കിപ്പോൾ അവിടെ ഗ്രാൻഡ് വിറ്റാറിലൊക്കെ കിട്ടുന്ന പോലെ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് സിസ്റ്റം ഒന്നുമല്ല അവരവിടെ ഇറക്കിയിരിക്കുന്നത്. ഒരു സാധാരണ 12 വോൾട്ട് ഹൈബ്രിഡ് സിസ്റ്റമാണ്. ആൻഡ് ഇതിന് മുന്നേ സ്പെക്കുലേറ്റ് ചെയ്തിരുന്ന രീതിയിൽ നമുക്കറിയാം സുസുക്കി ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടി പുതിയൊരു സീരീസ് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതല്ല. എന്തായാലും ഫിലിപ്പീൻസിൽ ഇറക്കിയ വണ്ടി ജസ്റ്റ് നോക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സെയിം ആണ്. ആക്ച്വലി എല്ലാം സെയിം ആണ്. ഇൻറ്റീരിയർ ഡിസൈൻ ആയാലും ലേ ഔട്ട് ആയാലും കാര്യങ്ങളൊക്കെ തന്നെ സെയിം ആണ്. ഒരു വ്യത്യാസം വരുന്നത് ഫിലിപ്പീൻസ് ഒരു ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ അവരിത് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി ഇന്ത്യയിലുള്ളതിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇൻറ്റീരിയർ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ബാക്കി ഫീച്ചേഴ്സ് ഇപ്പോൾ 9-inch ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിക്കോട്ടെ, ഇൻസ്ട്രുമെന്റ് സിസ്റ്റം ആയിക്കോട്ടെ, അല്ലെങ്കിൽ വയർലെസ് ഫോൺ ചാർജർ, ഓട്ടോ AC, ക്ലൈമറ്റ് കൺട്രോളിന് പാഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം സെയിം ആണ്. പിന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഈ വണ്ടി ഇവിടെ നമുക്ക് AMTയിലും അതുപോലെ മാനുവലിലാണ് കിട്ടുന്നതെങ്കിൽ അവിടെ CVT ഓട്ടോമാറ്റിക്കലി മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു വ്യത്യാസമുണ്ട്. അതിന് പുറമെ ഇവിടെ നമുക്ക് ഈ വാഹനത്തിൽ സൺറൂഫ് കിട്ടുന്നുണ്ട്. പക്ഷേ ഫിലിപ്പീൻസിൽ സുസുക്കി ഈ വാഹനത്തിൽ സൺറൂഫ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഇനി ഇതിൻ്റെ ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഈ 12 വോൾട്ട് ഹൈബ്രിഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക വലിയ ഒരു ഹൈബ്രിഡ് സിസ്റ്റം ഒന്നും അല്ലാതെ ഇതിനകത്ത് അവർ ജസ്റ്റ് ഒരു 0.078 കിലോവാട്ട് ബാറ്ററി പാക്ക് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഏകദേശം 2.9 bhp അടുത്താണ് ഇത് പവർ ജനറേറ്റ് ചെയ്യുന്ന ഒരു മോട്ടറിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് കുറച്ച് ലോ ആൻഡ് ടോർക്ക് ബെറ്റർ ആക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് 12 വോൾട്ട് ഹൈബ്രിഡ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം ഒരു 48 വോൾട്ട് ഹൈബ്രിഡ് സിസ്റ്റം ആയിരുന്നു എങ്കിൽ അത് പിന്നെ വലിയ കുഴപ്പമില്ല എന്ന് പറയായിരുന്നു. പക്ഷേ ഇത് നമുക്കിവിടെ പണ്ട് വരെ കൊടുത്തുകൊണ്ടിരുന്ന SHVS എന്ന് പറഞ്ഞൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതായത് സ്മാർട്ട് ഹൈബ്രിഡ് വെഹിക്കിൾ ബൈ സുസുക്കി എന്ന് പറഞ്ഞ ടെക്നോളജിയാണ്. ആ സെയിം സംഭവം തന്നെ ഇവരിപ്പോൾ അവിടെ ഇറക്കി എന്ന് മാത്രം. നമുക്കിവിടെയും പല വാഹനങ്ങളിലും ഈ 12 വോൾട്ട് ഹൈബ്രിഡ് സിസ്റ്റം വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവരിറക്കിയ ഈ സ്വിഫ്റ്റിലും ഡിസയറിലും വരുന്ന 3 സിലിണ്ടർ എഞ്ചിൻ, അതായത് 1.2 ലിറ്റർ Z12V എന്ന് പറഞ്ഞ എഞ്ചിനിൽ അതില്ല എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇനി സുസുക്കി ഇന്ത്യക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ഹൈബ്രിഡ് സിസ്റ്റത്തെ പറ്റി ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് തരാം. ഞാൻ ഇതിനു മുന്നേ പല വീഡിയോസിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളിത് കാണണമെന്നില്ല. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ടൊയോട്ടയ്ക്ക് ഇന്ത്യയിൽ ഇപ്പോൾ അവരുടെ വാഹനങ്ങളിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന സീരീസ് പാരലൽ ഹൈബ്രിഡ് സിസ്റ്റമാണ്. അതിപ്പം ഈവൻ നമ്മുടെ ഏറ്റവും മിനിമൽ അല്ലെങ്കിൽ ഏറ്റവും ബേസ് ആയിട്ട് വരുന്ന ഹൈറൈഡർ ആണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് അവർ സീരീസ് പാരലൽ ഹൈബ്രിഡ് സിസ്റ്റമാണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ മോട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എഞ്ചിൻ ആയിക്കോട്ടെ രണ്ടിനും വീൽസ് പവർ ചെയ്യാൻ പറ്റും. പക്ഷേ സുസുക്കി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സീരീസ് ഹൈബ്രിഡ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഡയറക്റ്റ് വീൽസ് പവർ ചെയ്യുന്ന മോട്ടർ മാത്രമായിരിക്കും. അതിനകത്ത് എഞ്ചിൻ ജസ്റ്റ് ഒരു ബാറ്ററി പവർ ചെയ്യാനുള്ള, അതായത് ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു ജനറേറ്റർ എന്നുള്ള രീതിയിൽ മാത്രമാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് അവർക്ക് ഇറക്കാൻ പറ്റും. ആൻഡ് നമ്മൾ ടൊയോട്ടയുടെ വാഹനങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ചീപ്പായിട്ട് നമുക്ക് ആ ഒരു റേറ്റിൻ്റെ വേരിയേഷനും വെക്കാൻ ഇവർക്ക് പറ്റും. ഇപ്പോൾ നമുക്കറിയാം ഹൈബ്രിഡ് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ ഗ്രാൻഡ് വിറ്റാർ അല്ലെങ്കിൽ ഹൈറൈഡറിൻ്റെ ഒക്കെ ടോപ്പിൻ്റെ എടുക്കാനാണെങ്കിൽ പോലും ഓൺ റോഡ് ഏകദേശം 24 lakhs അല്ലെങ്കിൽ 25 lakhs വരെയൊക്കെ മാക്സിമം പോകുന്നുണ്ട്. ഈവൻ സ്റ്റാർട്ടിംഗ് റേറ്റ് ആണെങ്കിൽ അത്ര ചീപ്പൊന്നും അല്ല. ഏകദേശം 18-19 lakhsന് അടുത്തൊക്കെ ഓൺ റോഡ് ബേസ് മോഡൽസിന് തന്നെ ആവുന്നുണ്ട്. പക്ഷേ അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ സ്വിഫ്റ്റ്, ഡിസയർ, ബലേനോ, ഫ്രോൺസ് തുടങ്ങിയ വാഹനങ്ങൾക്കൊക്കെ ഈ ഹൈബ്രിഡ് സിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ഒരു പുതിയ സംവിധാനമാണിത്. ആദ്യം ഇത് ഫ്രോൺസിൽ ഡെബ്യൂ ചെയ്യും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് വിപരീതമായിട്ട് ഇവർ പുതിയൊരു SUV ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ വണ്ടിയിലായിരിക്കും ഇത് വരുന്നത് എന്നാണ് പറയുന്നത്. ഞാൻ അതിനെപ്പറ്റി വേറൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതാണ് ഡിസയറിൻ്റെ ആ ഒരു ചെറിയ കൺഫ്യൂഷൻ വന്നത്. ഞാൻ ജസ്റ്റ് ക്ലിയർ ചെയ്തു എന്ന് മാത്രം. അല്ലാതെ ഫിലിപ്പീൻസിൽ അവർ വണ്ടി ഇറക്കിയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ ഗുണമൊന്നും ഇവിടെ കിട്ടാനില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ നമുക്കൊരു ഹൈബ്രിഡ് വണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അതൊരു 12 വോൾട്ട് ഹൈബ്രിഡ് സിസ്റ്റത്തിലായിരിക്കില്ല വരുന്നത്. നമുക്കൊരു പ്രോപ്പർ സ്ട്രോങ് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ തന്നെയായിരിക്കും സുസുക്കി ഇവരുടെ ബാക്കി വാഹനങ്ങളിൽ ഹൈബ്രിഡ് കൊടുക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു പുതിയ സീരീസ് ടെക്നോളജിയിലുള്ള ഹൈബ്രിഡ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തതിന് ശേഷം. അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഹൈബ്രിഡ് വാഹനങ്ങൾ വാങ്ങി തുടങ്ങാം. ഏകദേശം ഒരു 1 to 1.5 lakhsൻ്റെ പ്രൈസ് ഡിഫറൻസ് ഒക്കെ ഉള്ളൂ എങ്കിൽ തീർച്ചയായും ഡീസലിന് പകരം വാങ്ങാൻ പറ്റിയൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം മൈലേജ് നന്നായിട്ട് കിട്ടും. ഇപ്പോൾ ടൊയോട്ടയുടെ ഹൈബ്രിഡ് വാഹനങ്ങൾക്ക് തന്നെ മിനിമം 20 to 25 എങ്കിലും ഈസി
ആയിട്ട് കിട്ടുന്നുണ്ട്. ഹൈ റൈഡറിനൊക്കെ, ഹൈ ക്രോസിനാണെങ്കിലും 15 ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്, അത്രയും വലിയ വണ്ടിയായിട്ട് പോലും. സോ നല്ലൊരു സംവിധാനം തന്നെയാണ്. എന്തായാലും ഈ ഒരു വാഹനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. അതുപോലെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ എല്ലാം വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.